അതൊന്നും അത്ര പ്രശ്നമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അത് പിന്നെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഒന്നും രണ്ടും ആൾക്കാർ മത്സരം ഉണ്ടാവും. അതിനേക്കാൾ അപ്പുറമൊന്നും ഞാൻ അതിൻ്റെ ഒരു പ്രാധാന്യം, സ്വതന്ത്രന്മാർ പല സ്ഥലത്തും മത്സരിക്കാറുണ്ട്. പിന്നെ എല്ലാ സ്ഥലത്തും ഈ അസംതൃപ്തരുണ്ടാവുമല്ലോ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ, BJPൻ്റെ ഉള്ളിൽ തന്നെ, ലീഗിൻ്റെ ഉള്ളിൽ തന്നെയുള്ള അസംതൃപ്തർ ആത്മഹത്യയിലേക്ക് അടക്കം പോയില്ലേ? സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്ത സംഭവം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? RSSകാരൻ ആത്മഹത്യ ചെയ്തു, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? അത്രയും വലിയ പ്രതിഭാസത്തിലേക്ക് എത്തി. അത് സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുക എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് എത്തിയാൽ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രാധാന്യമാണത് മനസ്സിലായി. പണ്ടൊരിക്കലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയുള്ള ഇത് കാണാതെ പാർട്ടി പരിശോധിക്കട്ടെ. ഞാനത് അങ്ങനെ ഒരു ഓപ്പറേറ്റീവ് പാർട്ടിയിലേക്ക് പോയിട്ടില്ല. സാധാരണ നിലയിൽ പിന്നെ പാർട്ടിക്കെതിരായി പാർട്ടി മെമ്പർമാർ മത്സരിക്കില്ല. പാർട്ടി മെമ്പർമാരല്ലാത്തവർക്ക് മത്സരിക്കാം. ഇവിടെ പിന്നെ അങ്ങനെ ഒന്നും മത്സരിക്കത്തുള്ളൂ.